എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ ബ്രഹ്മവിദ്യാപഞ്ചകത്തിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ ഇടണം. ഒപ്പം നമ്മുടെ ചാനലായ ഗുരുനാഥം സബ്സ്ക്രൈബ് ചെയ്യുക. വരുന്ന എല്ലാ പ്രോഗ്രാമുകളും നിങ്ങളുടെ വിരൽ തുമ്പിൽ ഉണ്ട്. അപ്പം ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും നമുക്കിത് ആവശ്യമായി വരും. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക, നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഇടുക. പ്രകൃതിയിലെ ഒരു സത്യം അല്ലെങ്കിൽ ബ്രഹ്മം, അതിനെക്കുറിച്ച് നേരിട്ട് ഗുരു നമുക്ക് പറഞ്ഞു തരികയാണ് 5 പദ്യങ്ങളിലൂടെ. അതാണ് ബ്രഹ്മവിദ്യാ പഞ്ചകം. അപ്പൊ ബ്രഹ്മവിദ്യക്ക് അധികാരി ആരാണ്, അല്ലെങ്കിൽ ഈശ്വരനെ കുറിച്ചുള്ള അറിവ് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാകുക എന്നതിനെ കുറിച്ചാണ് നമ്മൾ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞതാ. അതിന് നമ്മൾ ഒരു യോഗ്യത നമുക്കുണ്ടായിരിക്കണം. അതെങ്ങനെയാണ് നമുക്കൊരു ഈശ്വരനിലേക്ക് അടുക്കുന്നത്, അല്ലെങ്കിൽ ഈശ്വരനിലേക്ക് എന്താണ് ദൈവം അല്ലെങ്കിൽ ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്? ആ ബ്രഹ്മത്തിനെ കുറിച്ച് ഭഗവാൻ നമുക്ക് നേരിട്ട് പറഞ്ഞു തരികയാണ് ബ്രഹ്മവിദ്യാ പഞ്ചകത്തിലൂടെ. ആ ബ്രഹ്മവിദ്യാ പഞ്ചകം സമാധാനത്തോടെ അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ട് മനനം ചെയ്ത് പഠിക്കുന്ന ഏതൊരു സാധകനും തീർച്ചയായിട്ടും മോക്ഷപ്രാപ്തി നിസ്സംശയമാണ്. അപ്പൊ അതിലേക്ക് എത്താനുള്ള ആ മാർഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈശ്വരനെ കുറിച്ചുള്ള അറിവാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈശ്വരൻ എവിടാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, നമ്മുടെ ഉള്ളിലും ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ശക്തിയാണ് ഈശ്വരൻ. ആ ഈശ്വരനെ, നമ്മുടെ ഉള്ളിലെ ഈശ്വരനെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിന് കുറച്ച് യോഗ്യത വേണമെന്ന് പറഞ്ഞുവല്ലോ. ആ യോഗ്യതയെക്കുറിച്ച് 2-3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നിത്യാനിത്യ വിവേകം, വസ്തുവിവേകം, ഇഹാമുത്ര ഫലഭോഗ വിരാഗം, ശമം ദമം തിദിക്ഷ ഉപരതി ശ്രദ്ധ സമാധാനം, ഇവയാണ് ശമാധി ഷഡ്ക സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നിത്യാനിത്യ വിവേകം പറഞ്ഞു, ഇഹാമുത്ര ഫല ഭോഗ വിരാഗം പറഞ്ഞു, പിന്നെയുള്ളത് ശമം ദമം തിദിക്ഷ ഉപരതി ശ്രദ്ധ സമാധാനം. ഇത് ശരിക്കും ഒരു സാധന അനുഷ്ഠിക്കുന്ന ഒരാൾക്ക്, മുമുക്ഷുക്കൾക്ക് ഉള്ളതാണെന്ന് പറയുന്നത്. അപ്പൊ അതെന്താണ് മുമുക്ഷുക്കൾ? മുമുക്ഷു എന്ന് പറഞ്ഞാൽ മോക്ഷം കാമിക്കുന്നവര്. നമ്മൾ ജീവിക്കുന്നത് സത്യത്തിൽ മോക്ഷത്തിന് വേണ്ടിയിട്ടാണോ? അവിടെയാണ് നമ്മുടെ ഏറ്റവും ഒരു വല്ലാത്ത ബലഹീനതയും. നമ്മുടെ ഹിന്ദു സമൂഹം പൊതുവെ ആധ്യാത്മികമായിട്ട് ഒരുപാട് താഴേ തട്ടിലാണ്. കാര്യം ക്ഷേത്രങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാരുടെ തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആധ്യാത്മികമായിട്ടുള്ള അറിവില് നമ്മൾ ഏറ്റവും പിന്നിലാണ്. അത് നമ്മൾ ഏറ്റവും പിന്നിലേക്ക് പോകാൻ കാരണം എന്താന്ന് വെച്ചാൽ, നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുന്നില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചാൽ മതി. ജീവിതത്തിന്റെ സുഖം കൂട്ടാൻ വേണ്ടിയിട്ട് ദൈവത്തിനെ കൂട്ടുപിടിക്കുന്ന കച്ചവട ഭക്തന്മാരായിരിക്കുക നമ്മൾ ഓരോരുത്തരും. ആ കച്ചവട ഭക്തന്റെ ഉദ്ദേശം എന്താണ്? കച്ചവടക്കാരന്റെ ഉദ്ദേശം എന്താണ്? ലാഭം ഉണ്ടാകണം. ആ ലാഭം ഉണ്ടാകാൻ ഉള്ള വഴികൾ ആണ് അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചെറിയ ഒരു തീറ്റി ഇട്ടിട്ട് വലിയ മീനെ പിടിക്കുന്ന ഒരു രീതി പോലെ ആ കച്ചവട രീതിയാണ് നമ്മൾ ഭക്തിയിൽ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ക്ഷേത്രങ്ങളിലൊക്കെ ഒരുപാട് തിരക്കും കാര്യങ്ങളും ഒക്കെ കാണുന്നതിന്റെ ഒരു ഉദ്ദേശവും സത്യത്തിൽ നമ്മുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. പക്ഷെ സത്യത്തിൽ അതല്ല. ഒരു മനുഷ്യന്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷം തന്നെയാണ്. മോക്ഷത്തിലേക്കുള്ള യാത്ര. മോക്ഷം എന്ന് പറഞ്ഞാൽ മോചനം. എന്തിൽ നിന്ന്? നമ്മുടെ ഈ ശരീരബോധത്തിൽ നിന്നും നമ്മുടെ ആത്മാവിലേക്കുള്ള യാത്ര, ആത്മാവിലേക്കുള്ള ആ പോക്കാണ്. അതിനുള്ള ജീവിത സാഹചര്യങ്ങൾ ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും അവൻ അറിയുന്നില്ല അവന്റെ ജീവിത ലക്ഷ്യം. അപ്പൊ ആ ജീവിത ലക്ഷ്യത്തിനെ കുറിച്ചാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് ഓരോന്ന് ചൂണ്ടിക്കാണിച്ച് ഓരോന്ന് പറഞ്ഞു തരുന്നത്. അത് നമുക്ക് ഇത് മനസ്സിലാകാത്തതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മായ
എന്ന് പറയുന്നതുണ്ട്. അത് ബ്രഹ്മത്തിന്റെ തന്നെ മറ്റൊരവസ്ഥയാണ് മായ. ബ്രഹ്മത്തിന്റെ തന്നെ വേറെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെയാണ് മായയും. ആ മായയുടെ യഥാർത്ഥത്തിലുള്ള ആ ശക്തി നമുക്ക് അതിനെ ഒന്ന് മറികടന്ന് ഒന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ലെന്നുള്ളതാണ് സത്യം. മായയ്ക്ക് രണ്ട് ശക്തികളുണ്ട്, ആവരണ ശക്തി, വിക്ഷേപ ശക്തി എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇങ്ങനെ പറഞ്ഞാൽ പോലും സാധാരണക്കാർക്ക് മനസ്സിലാകത്തില്ല. അപ്പൊ സാധാരണക്കാരന് ഇത് മനസ്സിലാകുന്ന തരത്തിൽ ഒരു കഥ നമുക്ക് പറയാം. വൈകുണ്ഠത്തിലേക്ക് കടന്നു ചെല്ലുന്ന നാരദ മഹർഷി ഭഗവാൻ വിഷ്ണുവിന്റെ ജൽപ്പനങ്ങൾ കേട്ടുകൊണ്ടാണ് കയറി ചെല്ലുന്നത്. ഹോ, വല്ലാത്ത വല്ലാത്ത മായ, ഈ മായ വല്ലാത്തൊരു അവസ്ഥ തന്നെ എന്ന് മഹാവിഷ്ണു ഇങ്ങനെ പറഞ്ഞു തിരിഞ്ഞു നോക്കുന്നത് നാരദരുടെ മുഖത്തേക്കാണ്. അങ്ങനെ ഈ നാരദര് അപ്പൊ ചോദിച്ചു, എന്താ സ്വാമി, എന്താ ഈ മായ, എന്താ മായ? മായ. ആ മായയിൽപ്പെട്ടാൽ നാരദരെ താനും വല്ലാതെ വലഞ്ഞു പോകും. അപ്പൊ നാരദര് പറഞ്ഞു, ഏയ് ഞാനങ്ങനെ വലയില്ല. കാരണം എന്താ, ഞാൻ എപ്പോഴും ഭഗവാനെ കുറിച്ച് ഓം നാരായണ 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 എന്ന് വിചാരിച്ച് എപ്പോഴും പ്രാർത്ഥന ആയിട്ട് നടക്കുന്ന എനിക്ക് എങ്ങനെയാണ് മായ പിടിക്കുന്നത്? ശരി, നമുക്ക് നോക്കാം, തന്നെ ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് അങ്ങനെ ഈ നാരദരും മഹാവിഷ്ണുവും കൂടെ ആ വൈകുണ്ഠത്തിൽ നിന്ന്, ആ സ്വർഗ ലോകത്തിൽ നിന്നും പതുക്കെ നമ്മുടെ ഭൂമിയിലേക്ക് വരികയാണ്. അങ്ങനെ കുറേ ദൂരം അവരിങ്ങനെ സഞ്ചരിച്ച് അപ്പൊ ഇന്നത്തെ കാലത്തെ പോലെ വലിയ വഴിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. കാടുകളിലൂടെ വകഞ്ഞു മാറ്റി, അല്ലെങ്കിൽ ചെറിയ നടപ്പാതയിലൂടെ അവർ രണ്ടുപേരൂടെ ഇങ്ങനെ നടന്നു കുറേ നടന്ന് വന്ന് ക്ഷീണിച്ചു കഴിഞ്ഞപ്പോൾ ഈ മഹാവിഷ്ണു പറഞ്ഞു, വല്ലാതെ ക്ഷീണം നാരദരെ, നമുക്കൊന്ന് വിശ്രമിക്കാം. അവരൊരു പാറ കണ്ട, ആ പാറയിൽ കുറച്ചു സമയം ഇരുന്നപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, വല്ലാത്ത ദാഹമിടും, താൻ വെള്ളം എവിടെയെങ്കിലും ഉണ്ടോന്നൊന്ന് നോക്കൂ എന്ന് പറഞ്ഞപ്പം ശരി സ്വാമി എന്ന് പറഞ്ഞ് ആ പരിചയമില്ലാത്ത സ്ഥലമാണെങ്കിലും നാരദര് പതുക്കെ ചെവിയോർത്തപ്പോൾ ഒരു നദിയുടെ അല്ലെങ്കിൽ ഒരു അരുവിയുടെ ചെറിയ ഒഴുക്കിന്റെ വെള്ളത്തിന്റെ ശബ്ദം കേട്ട് പതുക്കെ നാരദര് ആ തൊടിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ചെന്ന് അവിടെ ചെന്നപ്പോൾ നല്ല പളുങ്ക് പോലുള്ള വെള്ളം ഒഴുകി വരുന്ന ഒരു അരുവിയുടെ അടുത്ത് വളരെ സന്തോഷത്തോടെ നാരദര് ചെന്ന് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി. നല്ല തണുപ്പുള്ള വെള്ളം. ആ വെള്ളത്തിലേക്ക് ഇറങ്ങി നാരദര് ചെന്ന് കാലും മുഖമെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി ഒരു 2 കുമ്പിൾ വെള്ളം നാരദര് കുടിച്ചു കഴിഞ്ഞാണ് ഓർത്തത്, അയ്യോ സ്വാമിക്ക് വെള്ളം കൊണ്ടുപോകണ്ടേ, എങ്ങനെ കൊണ്ടുപോകും? അങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങ് ദൂരെ മാറി ഒരു തുണി അലക്കുന്ന ശബ്ദം കേട്ടു. തുണി അലക്കുന്ന ശബ്ദം കേട്ട ദിക്കിലേക്ക് നാരദർ കുറച്ച് നടന്നു ചെന്നിട്ട് നോക്കിയപ്പോൾ അവിടെ സുന്ദരിയായ ഒരു യുവതി തുണി അലക്കിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് നാരദർ കാണുന്നത്. നാരദർ അവിടെ നിന്ന് വിളിച്ച്, ഹേയ് അങ്ങനെ വിളിച്ച്. അപ്പോൾ ഈ യുവതി പതുക്കെ ഇങ്ങനെ തിരിഞ്ഞു നോക്കി, തേജസ്സാർന്ന്. അപ്പം നാരദരൊക്കെ നമ്മുടെ സങ്കല്പത്തിലുള്ള പോലെ വീണയൊക്കെ തൂക്കിയുള്ള വേഷമല്ല, നല്ലൊരു ഒരു നമ്പൂതിരി ഇതിന്റെ വേഷത്തിലാണ് നാരദർ ഇങ്ങനെ വരുന്നത്. അപ്പം അവരിങ്ങനെ തിരിഞ്ഞു നോക്കി. അപ്പൊ എനിക്കൊരു പാത്രം തരൂ, എൻ്റെ സ്വാമിക്ക് കുറച്ച് വെള്ളം കൊണ്ടുവരാന്ന് പറഞ്ഞു. അപ്പം അവര് പറഞ്ഞു, അതിനെന്താ, എൻ്റെ വീട്ടിൽ എൻ്റെ കുടിലിൽ വന്നാൽ തരാന്ന് പറഞ്ഞു. എന്നാൽ ശരി എന്ന് പറഞ്ഞ് ഈ യുവതിയുടെ പിന്നാലെ നാരദര് പോവുക പാത്രം വാങ്ങാനായിട്ട്, തൻ്റെ സ്വാമിക്ക് വെള്ളം കൊണ്ട കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ചു ദൂരം നടന്ന വഴി അവര് തമ്മിൽ സംസാരിച്ച് പരിചയപ്പെട്ടു. എന്താ പേര്? അപ്പൊ യുവതി പറഞ്ഞു, എൻ്റെ പേര് വനജാക്ഷി. ആരൊക്കെയുണ്ട് വീട്ടില്? അപ്പൊ പറഞ്ഞു, എനിക്ക് ആരുമില്ല, അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും പോയി, അവര് ആരുമില്ല, ഇപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ് സംസാരിച്ച് അവര് വീട്ടിന്റെ അടുത്തെത്തി. മനോഹരമായ കൊച്ചൊരു കുടില്, വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലെങ്കിലും ചാണകം മെഴുകിയ തറയും, അല്ലെങ്കിൽ ആ നമ്മുടെ പഴയ ആ ഒരു കൊച്ചു കുടില്, നല്ല വൃത്തിയുള്ള കുടില്. അപ്പൊ പറഞ്ഞു, സ്വാമി ഇരിക്കൂ എന്നും പറഞ്ഞ് ആ വാതുക്കൽ കോലായിലേക്ക് ഒരു ചെറിയ പായിട്ട് കൊടുത്ത് നാരദര് അവിടെ കയറി ഇരുന്നു. വനജാക്ഷി പാത്രം എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോയി. പാത്രം കഴുകിയിട്ട് തിരിച്ചു വരുന്നതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യം കൂടെ അവർ സംസാരിച്ചു, കുറച്ച് അവർ പരിചയപ്പെട്ടു, നല്ല നല്ല സുഹൃത്തുക്കളായി. എന്തായാലും സംസാരിച്ച് ഇരുന്ന വഴി പാത്രം കൊടുത്തു കഴിഞ്ഞ് നോക്കിയപ്പോൾ നല്ല ഇരുട്ടായി. സംസാരിച്ചിരുന്നതുകൊണ്ട് നേരം പോയത് അറിഞ്ഞില്ല. ആദ്യം പരിചയമില്ലാത്തൊരു വഴിയിൽ കൂടെ തിരിച്ചെങ്ങനെ പോകും എന്ന് വല്ലാത്ത സന്ദേഹപ്പെട്ടു നാരദര്.
വിഷമിച്ചിരിക്കുന്ന നാരദരുടെ ആ ദുഃഖം കണ്ട് വനജാക്ഷി പറഞ്ഞു, സാരമില്ല സ്വാമി, ഇവിടെ അശുദ്ധികളൊന്നുമില്ല, ഇന്നൊരു ദിവസം ഇവിടെ തങ്ങാം, അങ്ങേക്ക് നാളെ രാവിലെ പോവുകയും ചെയ്യാം, സ്വാമിയുടെ അടുത്തേക്ക് പോവുകയും ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാൽ ശരി എന്ന് പറഞ്ഞ് നാരദര് അങ്ങനെ അവിടെ അന്നത്തെ രാത്രി തങ്ങി. പിറ്റേ ദിവസം രാവിലെ നാരദര് പോയില്ല, അതിൻ്റെ പിറ്റേ ദിവസം പോയില്ല. അങ്ങനെ നാരദര് അവിടെ കൂടി അവർക്ക് ഒരു 3-4 കുഞ്ഞുങ്ങളുമായി. അങ്ങനെ അവര് സന്തോഷത്തോടു കൂടി ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവിടെ അടുത്ത് ഒരു അരയന്മാരുടെ ക്ഷേത്രമുണ്ട്, കാട്ടുജാതിക്കാരുടെ ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുക. ആ ഉത്സവത്തിന് പോകണം കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട്. അപ്പം വനജാക്ഷിക്ക് ഈ 2 കുഞ്ഞുങ്ങൾ വേറെ, ഒരു കുഞ്ഞ് പൂർണ്ണ ഗർഭിണിയായിട്ട് വയറ്റിൽ. അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ പിടിച്ച് നാരദരും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇവർ പോകുവാണ് ഈ ക്ഷേത്രത്തിലേക്ക്. ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ഒരു ഒറ്റത്തടി പാലത്തിൽ കൂടെ വേണം കയറിപ്പോവാൻ. അടിയിൽ ഒരു തോട്, വീതിയുള്ള ഒരു തോട്. ആ തോട് കടന്നിട്ട് മറികടന്ന് വേണം പോകാൻ. അങ്ങനെ പോകുന്ന പോക്കില് ഈ കുട്ടികളെ പിടിച്ചുകൊണ്ട് നാരദര് ആദ്യം കടന്ന് അക്കരെ ചെന്നു. കുട്ടികളെ ആയിട്ട് വനജാക്ഷി പോയി ഈ കറക്റ്റ് ഈ പാലത്തിന്റെ നടുക്ക് വന്നപ്പോ എവിടുന്നറിയില്ലാത്ത ഒരു വലിയ മലവെള്ളപ്പാച്ചില്, ഉരുളുപൊട്ടൽ എന്നൊക്കെ പറയുന്ന പോലെ ഇത് വന്ന് ഈ വനജാക്ഷിയെയും ഈ കുഞ്ഞുങ്ങളെയായിട്ട് ഈ തോട്ടിലേക്ക് അങ്ങ് പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ അക്കരെ നിൽക്കുന്ന നാരദര്, പാലവും പോയി, എല്ലാം പോയി. അവിടെ വാവിട്ട് അലറി കരഞ്ഞുകൊണ്ട് നാരദര് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് വല്ലാതെ, നമ്മളാണല്ലോ നമ്മുടെ അവസ്ഥ അതല്ലേ, നമുക്ക് എന്ത് ചെയ്യണം? ചില പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാൽ നമ്മളും ഇതുപോലെ തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ മനസ്സ് ലോക്കായി പോകും അല്ലെ? ഈ സമയത്ത് അല്ലമുറയിട്ട് കരഞ്ഞുകൊണ്ട് നാരദര് അങ്ങ് കുത്തിയിരുന്നു. ആ കുത്തിയിരുന്ന ഈ നാരദര് വല്ലാതെ സങ്കടപ്പെട്ട് നാരദരിയ്ക്കുമ്പോൾ നാരദരുടെ തോളില് ഒരു കരസ്പർശം. നാരദര് ആ കരം തട്ടിക്കളഞ്ഞു. വീണ്ടും നാരദര് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം വീണ്ടും ഈ കരസ്ഥലം തോളില് അമർന്നു നാരദര് തിരിഞ്ഞു നോക്കിയപ്പോൾ മഹാവിഷ്ണു ചിരിച്ചുകൊണ്ട് നിൽക്കുക. നാരദര് കൈ തൊഴുത് എഴുന്നേറ്റു. അപ്പോൾ നാരദരോട് മഹാവിഷ്ണു ചോദിക്കുകയാണ്, നാരദരെ, തനിക്ക് മനസ്സിലായോ ഈ മായ എന്താണെന്ന്? നാരദര് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സിലായി സ്വാമി, മായ എന്താണ് എനിക്ക് മനസ്സിലായി. പക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എന്താ മായ എന്ന് മനസ്സിലായോ? നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതം, നമ്മളിപ്പോൾ സത്യമാണ് എന്ന് കരുതി ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ജീവിതം തന്നെയാണ് മായ. ഈ മായ, ഇത് മായയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കില്ലാതെ പോകുന്നത് എന്താണെന്നറിയോ? നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ഈ ജീവിക്കുന്ന ഈ ജീവിതം വെറും മായയാണ്, വെറും സ്വപ്നമാണ് എന്നുള്ള ആ തിരിച്ചറിവ്, അപ്പോൾ യഥാർത്ഥത്തിലുള്ള സത്യം എന്താണ് എന്ന് അറിയാനാണ് നമ്മൾ ഈ ബ്രഹ്മവിദ്യ അല്ലെങ്കിൽ ഈശ്വരനെ കുറിച്ചുള്ള അറിവ് നമ്മൾ പഠിക്കുന്നത്, സത്യം പഠിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് മടങ്ങി വരാം. അതായത് നമ്മൾ ഇപ്പൊ പഠിച്ചത് എന്താണ്? നിത്യ വിവേകവും ഇഹാമുത്ര ഫല ഭോഗ വിരാഗവും പഠിച്ചു. നിത്യ വിവേകത്തിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാം. വിവേകം എന്ന് പറയുന്നത് നിത്യവും അനിത്യവുമായ, നിലനിൽക്കുന്നതും നിലനിൽക്കാത്തതുമായിട്ടുള്ള വസ്തു ഏതാണെന്നുള്ള വിചാരം. ഇഹാമുത്ര ഫല ഭോഗ വിരാഗം എന്ന് പറയുന്നത് ഈ ലോകത്തിലും പരലോകത്തിലും നമുക്ക് ഉള്ള ആ സുഖങ്ങളെ ഉപേക്ഷിക്കല്, മനസ്സാ ഉപേക്ഷിക്കലാണ് ഇഹാമുത്ര ഫല ഭോഗ വിരാഗം എന്ന് പറയുന്നത്. ഇനിയും ഉണ്ട് ശമം, ദമം, തിദിക്ഷ, ഉപരതി, ശ്രദ്ധ, സമാധാനം. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നല്ല ഭംഗിയായിട്ട് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് പരിശീലിച്ചാൽ നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ ശക്തിയെ നമുക്ക് മനസ്സിലാകും. നമ്മുടെ ഉള്ളിലെ ആ ശക്തിയെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള സകല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ഇടയ്ക്ക് ഈ നമുക്ക് എത്ര വലിയ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഡിഗ്രിയോ PGയോ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും അത് അതിൻ്റെതായ കാര്യത്തിന് മാത്രമേ പറ്റൂ. കാരണം നമുക്ക് നമ്മളെ കുറിച്ച് അറിയില്ല എങ്കിൽ ഈ ലോകത്തിലെ മറ്റുള്ള എന്തിനെ കുറിച്ച് അറിഞ്ഞിട്ടും ഒരു കാര്യമില്ല. നമുക്ക് നമ്മളെക്കുറിച്ച്, ഞാൻ ആരാണ് എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയാൽ എനിക്ക് നിങ്ങളെ മനസ്സിലാകും, ഈ പ്രകൃതിയെ മനസ്സിലാകും, ഈ പ്രപഞ്ചത്തിനെ മനസ്സിലാകും. കാരണം ഈ പ്രപഞ്ചവും നിങ്ങളും ഞാനും ഒന്നും വേറെ അല്ല, എല്ലാം ഒന്ന് തന്നെയാണ്. നമുക്ക് വീണ്ടും നമ്മുടെ
ഇതിലേക്ക് വരാം. ശമം എന്താണ്? ഏകാഗ്രമായ അനുഭൂതിയിൽ കൂടി മനസ്സ് ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് ശമം. ശമം എന്ന് പറയുന്നത് എന്താണ്? ഏകാഗ്രമായ മനസ്സ് അത് ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കണം. എന്താണ് നമ്മുടെ ലക്ഷ്യം? നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ലക്ഷ്യം മോക്ഷമാണ്. ഈ മോക്ഷത്തിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നമ്മുടെ യാത്രയിൽ പല തരത്തിലുള്ള തടസ്സങ്ങളുണ്ടാവും. നമ്മൾ നിസാരം ഇപ്പോൾ ഒരു പുണ്യസ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് മാലയിട്ട്, ഇപ്പൊ ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ട് നമ്മൾ വ്രതം നോക്കാൻ തുടങ്ങുമ്പോൾ തൊട്ട് നമുക്ക് ഓരോ തരത്തിലുള്ള മറ്റുള്ള വിചാരങ്ങൾ തുടങ്ങും, അല്ലേ? അത് ഇതിന്റെ ഒരു വലിയ സ്വഭാവമാണ്. അപ്പം ലക്ഷ്യത്തിലേക്ക് പോകുന്ന നമുക്ക് പല തരത്തിലുള്ള പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും വരും. ഈ പ്രതിബന്ധങ്ങളെ എങ്ങനെ മാറ്റി നിർത്താം, എങ്ങനെ മാറ്റി നിർത്തിയിട്ട് ശരിയായിട്ടുള്ള ലക്ഷ്യത്തിൽ നമുക്കപ്പം അതിന് വേണ്ടത് എന്താണെന്നറിയോ? ഏകാഗ്രമായ ഒരു മനസ്സ് വേണം. ഇപ്പം നിങ്ങൾ ഇവിടെ ഈ പ്രാർത്ഥനയിൽ ഈ സത്സംഗത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായിട്ടും ഇവിടെ തന്നെ ഉണ്ടാകണം. ആ പൂർണ്ണമായിട്ടും ഇവിടെ തന്നെ ഉണ്ടാകണം എന്ന് ഞാൻ പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞാലും മനസ്സ് അങ്ങനെ അടങ്ങിയിരിക്കത്തില്ല. മനസ്സ് അടങ്ങിയിരിക്കത്തില്ലാത്തതിന്റെ കാര്യം എന്താ? ഗുരുദേവൻ തന്നെ മറ്റൊരു കൃതി പറയുന്നുണ്ട്, ജ്യോതിചക്രം കണക്കൻ മനമിളകിമറിഞ്ഞായിരത്തം വരും മുൻ, അല്ലെ? ജ്യോതിചക്രം പോലെ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക നമ്മുടെ മനസ്സ്. അതുപോലെ മറ്റൊരു കൃതിക്കകത്ത് പറഞ്ഞു, ഋക്ഷവൽക്കുതിക്കൊള്ളുമെൻ മനമിക്കണക്ക് വരാതിനി, അല്ലെ? അതായത് ഒരു കുരങ്ങന്റെ ചാഞ്ചാട്ടം പോലെ ഒരു കുരങ്ങൻ ഒരു കമ്പിൽ കയറിയിരുന്ന് അവൻ അവിടെ ഇരിക്കുന്നില്ല. അതിനുശേഷം അപ്പുറത്തെ കമ്പലോട്ട് ചെയ്യണം, അപ്പുറത്തെ കമ്പിൽ നിന്ന് ഏറ്റവും മുകളിൽ പോകും, മുകളിൽ നിന്ന് താഴോട്ട് വരും. ഇങ്ങനെ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനസ്സ്. ആ ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിന് ഒരിക്കലും ഒരു ലക്ഷ്യത്തിലും എത്താൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ മനസ്സിനെ ഏകാഗ്രമാക്കണം. ആ മനസ്സിനെ ഏകാഗ്രമാക്കണമെങ്കിൽ ധ്യാനം പരിശീലിക്കണം. അപ്പൊ എന്താണ് ധ്യാനം എന്നറിയണം. ഇപ്പൊ നമ്മള് ശമമായ ഈ ശമം എന്ന് പറയുന്നതിന്റെ ഏകാഗ്രമായ മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ അനുഭൂതിയിൽ ആകാൻ പറ്റത്തുള്ളൂ. അപ്പം ഏകാഗ്രമായ മനസ്സുണ്ടാകണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഏകാഗ്രമായ മനസ്സ് വേണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ധ്യാനം പരിശീലിക്കണം. ആ ധ്യാനമാണ് നമ്മളിപ്പോൾ പരിശീലിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ഈ ധ്യാനം എന്ന് പറയുന്നത് മനസ്സിനെ മറ്റുള്ള ചിന്തകളിൽ നിന്നെല്ലാം വിട്ടിട്ട് ഏതെങ്കിലും ഒരു ചിന്തയിൽ മാത്രമായിരിക്കണം. അത് പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രത്തിലുള്ള കാര്യങ്ങളാണ് ഇത്. അതിപ്പം നമുക്ക് ആ യോഗയിലൂടെ നമ്മൾ പല പ്രായക്കാരും പല വേലാഴികക്കാരും ഒക്കെ ഇരിക്കുമ്പോൾ നമുക്കത് ആ രീതിയിൽ വരാൻ പറ്റത്തില്ലെങ്കിലും നമ്മുടെ ഒരു ഈ ഒരു സാധാരണക്കാരന്റെ രീതിയിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ തന്നെ മനസ്സിലോർത്ത് നമ്മൾ ഒരു കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ ധ്യാനം പരിശീലിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ധ്യാനം എന്തിനാണ്? ഏകാഗ്രമായ മനസ്സുണ്ടാകാൻ വേണ്ടിയിട്ടാന്ന് മനസ്സിലായല്ലോ. ആ ഏകാഗ്രമായ മനസ്സ് കൂടി മാത്രമേ, ഏകാഗ്രമായ അനുഭൂതിയിൽ കൂടി മനസ്സ് ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കും. എന്തു വന്നാലും എനിക്ക് ആ ലക്ഷ്യം നമ്മൾ കൈവിടാൻ പാടില്ല. എനിക്ക് മോക്ഷപ്രാപ്തി, എനിക്കെന്നല്ല മനുഷ്യരാശിയുടെ തന്നെ ഉദ്ദേശം അതാ. നമ്മൾ ഇവിടെ വന്ന് നാരദരെ പോലെ നമ്മൾ ഓരോ ജീവിതത്തിൽ കുടുങ്ങി കിടന്നു കഴിയുമ്പോൾ, ഈ മായയിൽ കുടുങ്ങി കഴിയുമ്പോൾ നമ്മളിത് മറന്നു പോവുക. അത് മറക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ശമത്തിന്റെ കാര്യം മനസ്സിലായോ? വ്യക്തമായിട്ട് മനസ്സിലായില്ല. ശമം എന്ന് പറയുന്നത് മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കണം. ആ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ, ലക്ഷ്യം വരെ പോകണമെങ്കിൽ ഇതിന്റെ ഇടയിൽ ഒരുപാട് പ്രതിസന്ധി കടമ്പകളുണ്ട്. ഈ കടമ്പകൾ ചാടിക്കടന്നും അതിനകത്ത് സഹിച്ചുമൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. അതിനാണ് നമ്മൾ പരിശീലിക്കണമെന്ന് പറയുന്നത്. ഇതിനാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോരോ ജീവിതാനുഭവങ്ങൾ തരുന്നത്. നല്ല പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവരുന്ന മക്കള് എത്ര സുന്ദരമായിട്ട് അവരെ നമ്മൾ ഒരു കുറവും അറിയിക്കാതെ, നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊന്നും അറിയിക്കാതെ നമ്മൾ അവരെ വളർത്തിക്കൊണ്ടുവരും. വളർന്ന് അവർ വലുതായി കഴിയുമ്പോൾ നമ്മളെ അറിയാതിരിക്കുന്ന ഒരവസ്ഥ. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇത് നമ്മൾ ശീലിക്കണം. നമ്മുടെ ജീവിതം ഈ മകന്റെ കൂടെയോ മകളുടെ കൂടെയോ നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഇങ്ങനെ നിൽക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. ഇതിന്റെ നല്ല പോസിറ്റീവായിട്ടുള്ള അർത്ഥത്തിൽ മാത്രമേ നിങ്ങൾ ഇത് ഉൾക്കൊള്ളാവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളുടേത് എന്ന് പറയുന്ന തരത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്, എൻ്റെ 5 സെന്റ് സ്ഥലം, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ ചുറ്റുപാട്, ഇതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇതൊന്നും എൻ്റെതല്ല.
മനസ്സിലായില്ലേ? നമ്മുടെ വേദനകൾ പങ്കിടാൻ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ വേദന ഒന്ന് പങ്കിടാൻ. നമുക്ക് നല്ല വയറ്റുവേദനയുണ്ട്, എൻ്റെ ഭർത്താവെ കുറച്ച് സമയത്തേക്കിന് ഈ വേദനയൊന്ന് അങ്ങ് സഹിക്കുവോ? എൻ്റെ മൂത്ത മോനെ, നീ എൻ്റെ വേദന സഹിക്കുമോ എന്ന് പറഞ്ഞ ആരെങ്കിലും വരുമോ? ഇല്ല. നമ്മൾ എപ്പോഴും ഒറ്റയ്ക്കാ. നമ്മൾ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്നറിയോ? ഈ ഭൗതികമായിട്ട് ഈ ശരീരമാണ് ഞാൻ എന്ന് കരുതി ജീവിക്കുന്ന ഓരോരുത്തരുടെ അവസ്ഥ അതാണ്. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ കൂടുന്ന ബന്ധുക്കളെല്ലാം നമ്മുടേതാണ് എന്നുള്ള ഒരു വല്ലാത്ത മായാബന്ധത്തിലാണ് നമ്മൾ പെട്ടുഴലുന്നത്. ആ മായാബന്ധത്തിൽ പെട്ടുഴന്ന് നമ്മൾ ജീവിച്ചാൽ നമുക്കിവിടെ ദുഃഖമല്ലാതെ ഒന്നും ഉണ്ടാകത്തില്ല. ദുഃഖമല്ലാതെ ഒരു സുഖവുമില്ലെന്ന് ശിവശതകത്തിൽ ഗുരു പറയുന്നുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഇതാണ്: കുഞ്ഞെ, നീ നല്ല ഉദ്ദേശത്തോടു കൂടി നീ നല്ല സുഖത്തിൽ ഇവിടെ ജീവിക്കണമെങ്കിൽ നിനക്ക് എന്ത് വേണം? ഇല്ലാത്ത മായയിടും ഉല്ലാസമൊന്നും അറിവല്ലാതെ ഇല്ലനിലനും എന്ന് പറയുന്നുണ്ട് ജന്നി നവരത്നമഞ്ജരിയിൽ. ഈ മായ അതില്ലാത്തതാണ്. ആ ഇല്ലാത്ത മായ വല്ലാതെ നമ്മളെ കഷ്ടപ്പെടുത്തും. അപ്പൊ എന്താണ് പറഞ്ഞത്? ശമം, ദമം, തിദിക്ഷ, ഉപരതി, ശ്രദ്ധ, സമാധാനം. ഇതിൽ ശമത്തിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അതായത് മനസ്സിനെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ഏകാഗ്രമാക്കി വെക്കണം. അതിൽ ഏകാഗ്രമാക്കണമെങ്കിൽ അതിനൊരു അനുഭൂതി ഉണ്ടായിരിക്കണം. ആ അനുഭൂതി ഉണ്ടെങ്കിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. അതെല്ലാം ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പം എന്ത് വേണം? ആദ്യം ഈ അനുഭൂതിയിൽ നമ്മൾ എത്തണം. ഈശ്വരനോടുള്ള ഭജന, ഈശ്വരനോടുള്ള ഭക്തി അതൊരു അനുഭൂതിയാക്കി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അത് നിങ്ങൾ പരിശീലിച്ചാൽ തീർച്ചയായിട്ടും പറ്റും. ആ പരിശീലിക്കേണ്ട വിധങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനി നമുക്ക് എന്ത് വേണം? ദമത്തിനെ കുറിച്ച് പറയാം. ദമം എന്താണ്? അഹിംസ, ബ്രഹ്മചര്യം മുതലായ ധർമ്മങ്ങൾ അനുഷ്ഠിച്ച് ബുദ്ധിദോഷത്തെ ക്രമേണ അകറ്റണം. ദോഷനിവൃത്തിക്കായി ബുദ്ധിക്ക് നൽകുന്ന വ്യായാമമാണ് ദമം. അതിനെന്താ ചെയ്യേണ്ടത്? മനസ്സിലായോ പറഞ്ഞത്? അഹിംസ, ബ്രഹ്മചര്യം മുതലായ ധർമ്മങ്ങൾ അനുഷ്ഠിച്ച് ബുദ്ധിദോഷത്തെ ക്രമേണ അകറ്റണം. ദോഷനിവൃത്തിക്കായി ബുദ്ധിക്ക് നൽകുന്ന വ്യായാമമാണ് ദമം. അതായത് ബുദ്ധിക്ക് നമ്മൾ ഒരുപാട് പ്രാധാന്യം കൊടുക്കണം. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലുള്ളതാണ് ബുദ്ധി. ബുദ്ധി പല കാര്യങ്ങളിലും വേണ്ടതിനല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായാൽ? എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിച്ച് നല്ല വഴിയെ എന്താണ് കൊണ്ടുപോകണമോ, ആ ധ്യാനിക്കേണ്ടതായ ആ ദിവ്യരൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു എന്ന് ഗുരുദേവൻ പറയുന്നത്, ഗദ്യപ്രാർത്ഥന പറയുന്നത്. ബുദ്ധി അതിപ്രധാനമാണ്. എന്നാൽ ബുദ്ധിയെ കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ബുദ്ധി കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ഈ ബുദ്ധിയെ നല്ല രീതിയിൽ പ്രയോഗിച്ചാൽ ദമം പരിശീലിക്കാം. അതിനെന്താ വേണ്ടത്? അഹിംസ, ബ്രഹ്മചര്യം. അഹിംസ എന്ന് പറയുന്നത് എന്താണ്? കൊല്ലാതിരിക്കൽ. ബ്രഹ്മചര്യം എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരുപാട് തെറ്റിദ്ധാരണയുള്ള ഒരു വിഷയം ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നമ്മുടെ വിചാരം. ആണോ? കല്യാണം കഴിക്കാതിരിക്കുന്നതാണോ ബ്രഹ്മചര്യം? ബ്രഹ്മത്തെ ചരിക്കുക എന്നുള്ളതാണ്. അത് കല്യാണം കഴിഞ്ഞാലും വലിയ വലിയ മഹർഷിമാരൊക്കെ കല്യാണം കഴിച്ചിരുന്നു. യാജ്ഞവൽക്കിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. അതുപോലെ യാജ്ഞവൽക്യൻ തൊട്ട് ഗൗതമൻ, അഹല്യ, ഇവരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ബ്രഹ്മനിഷ്ഠന്മാരല്ലായിരുന്നു. പക്ഷെ കല്യാണം കഴിക്കുന്നതല്ല ബ്രഹ്മചര്യ എന്ന് പറഞ്ഞാൽ. ശ്രീനാരായണ ഗുരുദേവൻ ഗദ്യപ്രാർത്ഥനയിൽ പറയുന്നു: ഊണിലും ഉറക്കത്തിലും എല്ലായ്പ്പോഴും ഇടവിടാതെ പരമാത്മാവിനെ ചിന്തിക്കുമാറാകണം. ഊണിലും ഉറക്കത്തിലും. അതിനകത്ത് ഭാര്യ ഉണ്ടെങ്കിലും ഭർത്താവ് ഉണ്ടെങ്കിലും ബന്ധമുണ്ടെങ്കിലും വീടുണ്ടെങ്കിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ മനസ്സ് എപ്പോഴും ദൈവത്തിലാകാൻ പരിശീലിക്കണം. അതാ ബുദ്ധി. ആ ബുദ്ധി നമ്മൾ പ്രയോഗിച്ചാൽ നമുക്ക് പരാജയം ഉണ്ടാവില്ല. ജീവിതത്തിൽ പോകേണ്ട വഴി ഏതാണെന്ന് തെളിച്ചു തരുന്ന ബുദ്ധിയാണ്. മനസ്സെന്ന് പറയുന്ന സംശയക്കാരൻ എപ്പോഴും നെഗറ്റീവ് പറയത്തുള്ളൂ. പോയാൽ ശരിയാവുമോ ഇല്ലയോ? അല്ലെങ്കിൽ നമ്മളെ മനസ്സ് നമ്മളെ നെഗറ്റീവിലേക്ക് വിടുമ്പോഴും ബുദ്ധി പറഞ്ഞു കൊടുക്കും, അങ്ങനെയല്ല, ഇങ്ങനെ പോകണം. ആ ബുദ്ധിയെ നമ്മൾ വളർത്തണം. നമുക്കെല്ലാവർക്കും ബുദ്ധിയുണ്ട്.
എല്ലാവർക്കും ബുദ്ധി ഉണ്ടെങ്കിലും നല്ല വഴിയെ ചിന്തിക്കുന്ന ബുദ്ധി നമ്മളിൽ ഇല്ല. കാരണം എന്താണെന്നറിയോ? നല്ലതിനുള്ള വിത്ത് നമ്മളിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അതാണ് ഭഗവാൻ നമുക്ക് നേരിട്ട് പറഞ്ഞു തരുന്നത്. ആ ബുദ്ധിയെ തെളിക്കണമെങ്കിൽ അഹിംസ, കൊല്ലാതിരിക്കൽ, ഒരു പ്രാണിയെ പോലും കൊല്ലാനുള്ള മനസ്സ് നമ്മളിൽ നിന്ന് മാറണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കൊല്ലുക എന്ന് പറഞ്ഞാൽ ഞെക്കിക്കൊല്ലുകയോ കുത്തിക്കൊല്ലുന്നത് മാത്രമല്ല, ഒന്ന് മനസ്സുകൊണ്ട് അവരെ ഉപദ്രവിക്കാൻ പോലും, നമുക്കെതിരെ സംസാരിക്കുന്നവരോട് ഒന്ന് പ്രാഗിയേക്കാം എന്ന് വിചാരിക്കുന്നത് പോലും, അല്ലെങ്കിൽ നമ്മളെ എന്തെല്ലാം പറഞ്ഞാലും അവരെ തിരിച്ച് നമുക്ക് ഒന്നും തോന്നാത്ത ഒരു മനസ്സുണ്ടാകുക, പക്വമായിട്ടുള്ളൊരു മനസ്സ്. കൊല്ലാതിരിക്കുക, ആർക്കും ജീവികളെ കൊല്ലാതിരിക്കാം വേണമെങ്കിൽ ശ്രമിച്ചാൽ. പക്ഷെ ഇത് കിട്ടുമോ? അതായത് ക്ഷമയാണ് ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം ക്ഷമ നമുക്കുണ്ടോ അത്രത്തോളം അറിവ് നമുക്കുണ്ടാവും. മറ്റുള്ളവരോട്, അല്ലെങ്കിൽ അറിവില്ലാത്തവരോട് അനുകമ്പ കാണിക്കണമെന്ന് ഭഗവാൻ പറയുന്നത്. അറിവില്ലാത്തവരെന്ന് പറഞ്ഞാൽ എന്താ? ഇതിപ്പോ ഈ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം ചിലപ്പം ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും. പ്രതീക്ഷിക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കത്തില്ല. ഇത്രയും സന്തോഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് നല്ല പോസിറ്റീവ് എനർജിയിൽ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടുന്ന് കിട്ടുന്നത് ചിലപ്പം വളരെ നെഗറ്റീവായിട്ടുള്ളൊരു അനുഭവമായിരിക്കും. അവിടെ നമ്മൾ തളരാൻ പാടില്ല. ഇവിടെ ഇരിക്കുമ്പം ഉള്ള ആ മനസ്സോട് കൂടിയായിരിക്കണം ആ നെഗറ്റീവിനെ നമുക്ക് ഫേസ് ചെയ്യാൻ. അതിനെന്ത് വേണം? ക്ഷമ വേണം. അപ്പൊ ആ ക്ഷമ എത്രത്തോളം നമുക്ക് പരിശീലിക്കാൻ പറ്റും, ആ ക്ഷമ എത്രത്തോളം പരിശീലിക്കാൻ പറ്റും, ആ ക്ഷമ എത്രത്തോളം ഉണ്ടെങ്കിലേ ഈ ഗുരുവിന്റെ അറിവിലേക്ക്, അല്ലെങ്കിൽ ഈ ആത്മവിദ്യയിലേക്ക്, അല്ലെങ്കിൽ ഈ ബ്രഹ്മവിദ്യയിലേക്ക് നമുക്ക് ഉയരാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്താണ് അഹിംസ, ബ്രഹ്മചര്യം? അഹിംസ എന്ന് പറയുന്ന അതിന്റെ ഏറ്റവും ബേസ് അവിടെ കിടക്കുന്നത് ക്ഷമയാണ്. ആ ക്ഷമ നമുക്കുണ്ടാകണം. കൊല്ലാതിരിക്കണമെങ്കിൽ ക്ഷമ വേണം. ഒരു കൊല്ലുന്നത് എങ്ങനെയാ? ഒരു കൊതുക് വന്ന് ഒരുപാട് നേരം കുത്തിക്കഴിയുമ്പോൾ വല്ലാതെ മേല് തോന്നുമ്പോൾ അറിയാതെ അടിച്ചു പോകും നമ്മളല്ലേ. പക്ഷെ അറിയാതെ അടിച്ചു പോയി, അല്ലെങ്കിൽ സംഭവിച്ചു, കൊതുക് ചത്തുപോയി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊതുകിന് തിരിച്ച് ജീവൻ കൊടുക്കാൻ പറ്റുമോ? അവിടെ ചിന്തിക്കണം, ഈ കൊതുകിനെ ഞാൻ അറിയാതെ എന്നെ ഉപദ്രവിച്ചത് കൊണ്ടാണ്. പക്ഷെ ആ ഉപദ്രവം സഹിച്ചും അതിനെ കൊല്ലാതിരിക്കാൻ പറ്റുന്ന ഒരു മനസ്സ് ഉണ്ടാകണം. ഒരിക്കല് ശ്രീനാരായണ ഗുരുദേവൻ ഒരു അതിഥിയുടെ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം, അന്ന് കിണ്ടിയില വെള്ളം കൊടുക്കുന്നത്, കിണ്ടിയിലെ വെള്ളം ഇങ്ങനെ കൈ കഴുകിക്കൊണ്ടിരുന്നപ്പോ ഇങ്ങനെ മാറ്റി മാറ്റി കൈ കഴുകുന്നുണ്ട്. വെളിയിൽ നിൽക്കുന്ന ഒരാൾക്ക് തോന്നി, ഇതെന്താ ഭഗവാൻ ഇങ്ങനെ കാണിക്കുന്നത്, ഇങ്ങനെ മാറ്റി മാറ്റി കൈ കഴുകുക, അതെന്തിനാന്ന് ഒരു ശിഷ്യൻ ചോദിച്ചു. സ്വാമി എന്താ ഇങ്ങനെ കഴുകുന്നത്? ഇത് ചീരയ്ക്ക് വെള്ളം തിളയ്ക്കുന്ന പോലെ ഇങ്ങനെ കഴുകുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, താഴെ ഒരുപാട് ഉറുമ്പുകൾ ഉണ്ടായിരുന്നു. ആ ഉറുമ്പുകളുടെ മുകളിൽ വെള്ളം ശക്തിയായിട്ട് വീണാല് അവർ പോകത്തില്ലേ? അപ്പൊ എത്ര കരുതലത്! ഈ ഒരു മനസ്സ് ഉണ്ടെങ്കിൽ ആരായി? ഭഗങ്ങൾ, അല്ലെങ്കിൽ 6 അവസ്ഥകളുള്ള ആളാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരുദേവനെ പോലെ ഒന്നും നമുക്ക് പറ്റില്ല എങ്കിലും നമ്മൾ കുറേ ശ്രമിച്ചാൽ നമുക്കിവിടെ കുറേയൊക്കെ സ്വസ്ഥമായിട്ട് നമുക്കിവിടെ ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിന്റെ സമയം ഏകദേശം നമുക്ക് തീരാറായി. അതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേണം ബ്രഹ്മവിദ്യാ പഞ്ചകത്തിന്റെ ഒരു 2 ലൈൻ, അല്ലെ ഒരു ഖണ്ഡിക നമുക്ക് ആദ്യം ഒന്ന് ചൊല്ലിയിട്ട് നമുക്ക് അതിലേക്ക് ചൊല്ലിക്കും. നിത്യ വിവേകിതോ ഹി നിതരാം നിർവേദമാപത്യ സത് വിദ്വാനത്ര ശമാധി ഷട്കലസിത സ്യാമുക്തി കാമോ ഭുവി പഞ്ച ബ്രഹ്മവിദുത്തമം പ്രണദിസേ വാത്യം പ്രസന്നം ഗുരും പ്രച്ഛേദ് കോ അഹമിതം കുതോ ജഗദിതി സ്വാമിൻ വദത്വം പ്രഭും.